ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് +2 അക്കൗണ്ടൻസിയിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മക്കളെ. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണല്ലോ. സോ ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ചെറിയ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 5 നിർബന്ധമായിട്ട് പഠിക്കുന്ന ഷുവർ ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, അത് പഠിക്കണം. ദെൻ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. ഞാനൊരു മോഡൽ ഡെമോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വെച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് മതി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വാരിയർ ബാച്ചിൻ്റെ അഡ്മിഷൻ ഇനി ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് സീറ്റ്സേ ബാക്കിയുള്ളൂ. നമ്മൾ ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും ഈ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വൈകി നിൽക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു നോർമൽ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അതിൽ അഡീഷൻ തരും, പിന്നെ അതേപോലെ തന്നെ ഡ്രോയിങ്സ് തരും. അതും കൂടി ചേർന്നിട്ടുള്ളൊരു മൊത്തം എല്ലാം കൂടി ചേർന്നിട്ടുള്ള അഡീഷണൽ ക്യാപിറ്റലും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതെന്തായാലും പഠിക്കണം. ഓരോ പ്രോബ്ലം വിത്ത് ആൻസേഴ്സ് നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യും കേട്ടോ. ദെൻ അടുത്താണ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ്. അത് ഷുവർ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പഠിക്കണം. ദെൻ ലിസ്റ്റ് ഓഫ് ദ 4 items ടു ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് എ റിട്ടയറിംഗ് പാർട്ട്ണർ. ഒരു റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? കുറയുന്ന കാര്യങ്ങൾ, ഡ്രോയിങ്സ് വരും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും അല്ലേ, ഡ്രോയിങ്സ് വരും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും, റീവാലുവേഷൻ്റെ ലോസ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ലോസ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ലോൺ അക്കൗണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റും പഠിക്കുക, പ്ലസ് ഇൻട്രസ്റ്റും പഠിക്കുക. ആ രണ്ട് ടൈപ്പ് പഠിച്ചാൽ മതി. ടെക്സ്റ്റിൽ 3 ഉണ്ടെങ്കിലും ആ 2 ടൈപ്പ് നിങ്ങൾ പഠിച്ചാൽ മതി. ടെക്സ്റ്റിലെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അതിൽ വേറെ വ്യത്യാസപ്പെട്ടൊന്നും ചോദിക്കില്ല. പിന്നെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദ്യം, അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ആവറേജ് പ്രോഫിറ്റ് ചോദിക്കാം, സൂപ്പർ പ്രോഫിറ്റ് ചോദിക്കാം, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷനൊക്കെ ചോദിക്കാം. അതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ ഇതൊരു 4 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യും? ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈക്വലി കൊടുക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ യെസ് ആണ് 6%. റെമ്യൂണറേഷൻ നോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ പഠിക്കേണ്ടത്, ഒരു പാർട്ട്ണർ റിട്ടയർഡ് ആകുന്ന ആ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട. റിട്ടയർഡ് ആകുന്ന പാർട്ട്ണർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ്, അല്ലെങ്കിൽ മരണപ്പെട്ട പാർട്ട്ണർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ്, അതെന്തായാലും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം ആ ഭാഗത്ത് റിട്ടയർമെൻറ്റിൽ നിന്നൊക്കെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. പിന്നെ ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അത് വളരെ സിമ്പിളാണ്. അതും റിട്ടയർമെൻറ്റിൽ നിന്ന് തന്നെയാണ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. റിട്ടയർമെൻറ്റിലെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിൻ്റെ, അതായത് ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് ബാലൻസ് ഒക്കെ തന്നിട്ട് നമ്മളോട് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ചോദിക്കും. അത് അഡ്മിഷനിൽ നമ്മൾ പഠിച്ചതാണ്. റിട്ടയർമെൻറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ഓൾഡ് ആണെങ്കിൽ ഇവിടെ ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും പഠിക്കണം കേട്ടോ. പിന്നെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്രയും എന്തായാലും പഠിക്കണം. ഇത്രയും പിന്നെ അതേപോലെ തന്നെ മുന്നേ പറഞ്ഞ 5 ക്വസ്റ്റ്യൻസും പഠിച്ചാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു പാസ് മാർക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ പാർട്ട് 2 ഉണ്ട്. AFS വരുന്നവരുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ 20 മാർക്കിനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. AFS ആണെങ്കിൽ 40 മാർക്കിന് വരാം. അതും കൂടുതലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്